എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ചെയിൻ സർവേ ആണ്. ചെയിൻ സർവേയെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഈ ചെയിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയിൻ സർവേ നടത്തുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് സർവേയിങ്? സർവേയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ സ്ഥാനം നിർണ്ണയിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മളെന്ത് പറയുന്നത്? സർവേയിങ് എന്ന് പറയുന്നത്. ഈ സർവേയിങ് തന്നെ നമുക്ക് പലതരത്തിലുണ്ട്. പല തരത്തിൽ സർവേ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായും സർവേനെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവിഷൻ ചെയ്തിരിക്കുന്നത്. അതിലൊന്നാമത്തെയാണ് പ്ലെയിൻ സർവേയും രണ്ടാമത്തേതാണ് ജിയോഡറ്റിക് സർവേയും. ഇങ്ങനെ സർവേനെ നമ്മൾ രണ്ടായി തിരിച്ചിട്ടുണ്ട്. പ്ലെയിൻ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സർവേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭൂമി ഉരുണ്ടതാണെന്ന് നമുക്കറിയാം, അല്ലേ? നമ്മളങ്ങനെ പഠിച്ചിട്ടുണ്ട്. സ്ഫെറിക്കലാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ഫെറിക്കൽ ഷേപ്പിനെ കണക്കിലെടുക്കാതെ നമ്മൾ നടത്തുന്ന സർവേയാണ് പ്ലെയിൻ സർവേ. ഇനി ആ സ്ഫെറിക്കൽ ഷേപ്പിനെ കണക്കിലെടുത്തുകൊണ്ട് നടത്തുന്ന സർവേയാണ് ജിയോഡറ്റിക് സർവേ. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് പ്ലെയിൻ സർവേയും രണ്ടാമത്തേത് ജിയോഡറ്റിക് സർവേയും. പിന്നെയെന്ന് പറയുന്നത് ഒരു ജനറൽ ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. സർവേയുടെ ജനറൽ ക്ലാസിഫിക്കേഷൻ. അതായത് പല സർവേ എന്ന് പറയുമ്പോൾ ഒരു ആവശ്യത്തിന് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ അങ്ങനെ മാത്രമല്ല. സർവേ നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഒരു സിവിൽ എഞ്ചിനീയറുടെ എന്തൊരു പ്രൊജക്റ്റ് തയ്യാറാക്കണമെങ്കിലും അതിനു മുൻപ് നമുക്കൊരു സർവേ ആവശ്യമാണ്. അതിപ്പോൾ എന്ത് വർക്കും ആയിക്കോട്ടെ. ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡായിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, ബ്രിഡ്ജ് ആയിക്കോട്ടെ, ഏതെങ്കിലും ബിൽഡിംഗ് ആയിക്കോട്ടെ, അതായത് ഏത് കൺസ്ട്രക്ഷൻ വേണമെങ്കിലും ആയിക്കോട്ടെ, എന്ത് കൺസ്ട്രക്ഷൻ ആയാലും അതിന് നമുക്കിനി സർവേ ആയാലും എന്തിനായാലും നമുക്കതിന് മുമ്പൊരു സർവേ നമുക്ക് ആവശ്യമാണ്. അതായത് സ്ഥലം അളക്കുന്ന പരിപാടി ആയാലും എന്തിനായാലും നമുക്കൊരു സർവേ, ആ പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു സർവേ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ സർവേ എന്ന് പറയുമ്പോൾ അതാണ് ജനറൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അതിലൊന്നാമതായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ജനറൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേയിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓൺ ഒബ്ജക്റ്റ്. അതായത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, അതായത് ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അതായത് ഇപ്പോൾ അതിൽ മൈൻ സർവേ പെടും, മിലിറ്ററി സർവേ പെടും, ജിയോളജി സർവേ പെടും, അങ്ങനെയുള്ള സർവേ ഒക്കെ വരും. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു സർവേ. പിന്നെ പറയുന്നത് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ചെയ്യുന്ന ഏത് ഇൻസ്ട്രുമെൻറ്റ്സ് ആണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ സർവേനെ തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ചെയിൻ സർവേ, കോമ്പസ് സർവേ, പ്ലെയിൻ ടേബിൾ സർവേ, ലെവലിങ്, തിയോഡലൈറ്റ്, ഇതൊക്കെ അതിൽ വരുന്നതാണ്, ഇൻസ്ട്രുമെൻസിനെ ബേസ് ചെയ്തിട്ട്. പിന്നെ പറയുന്നത് നമ്മൾ ചെയ്യുന്ന മെത്തേഡിനനുസരിച്ചിട്ടാണ്. അത് ട്രവേഴ്സിങ്ങും അതുപോലെ തന്നെ ട്രയാങ്കുലേഷനും, ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മളതിനെ തരംതിരിച്ചിട്ടുള്ളത്. പിന്നെ വരുന്നതാണ് പ്ലേസ് ഓഫ് വർക്ക്. നമ്മൾ സർവേ ചെയ്യുന്ന പ്ലേസ് ഏതാണോ അതിനനുസരിച്ച് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാവിഗേഷൻ സർവേ, അസ്ട്രോണമിക്കൽ സർവേ, പിന്നെ ലാൻഡ് സർവേ. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് ലാൻഡ് സർവേ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ലാൻഡ് സർവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൻ്റെ ബേസിക്കായിട്ട് വരുന്നത്. ഇപ്പോൾ ലാൻഡ് സർവേ തന്നെ നമ്മൾ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടോപ്പോഗ്രാഫിക്കൽ സർവേ, എൻജിനീയേഴ്സ് സർവേ, സിറ്റി സർവേ, കഡസ്ട്രൽ സർവേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലാൻഡ് സർവേയെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇനി നമ്മൾ വരുന്നതാണ് ചെയിൻ സർവേ. അതായത് ഇൻസ്ട്രുമെൻറ്റ്സ് ബേസ്ഡ് ഓൺ സർവേ, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ഒരു 5 ടൈപ്പ് സർവേ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെയാണ് ചെയിൻ സർവേ.
ആ ചെയിൻ സർവേയുടെ പിക്ചറാണ് ഇപ്പോൾ നമ്മളിവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഫസ്റ്റ് കാണുന്നതാണ് എന്ത്, നമ്മുടെ ചെയിൻ അല്ലേ. ഈ ചെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പിക്ചറിൽ. ഈ ചെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ പറയുക, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയിൻ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ചെയിനുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ബേസിക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതായത് ചെയിൻ ഇപ്പം ഈ ഫിഗറിൽ കാണുന്ന ഈ ചെയിൻ എന്ന് പറയുന്നത് മെട്രിക് ചെയിനാണ്. ചെയിൻ രണ്ട് തരത്തിലുണ്ട്, മെട്രിക് ചെയിനുണ്ട്, നോൺ മെട്രിക് ചെയിനുണ്ട്. അതിലെ മെട്രിക് ചെയിനാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഫിഗറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് മൈൽഡ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ്, അതായത് ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ചെയിൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഈ ചെയിനിൻ്റെ ഹാൻഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതൊരു കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഹാൻഡിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രാസ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈ ചെയിനെ ഓരോ ലിങ്കുകളായി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചെയിൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെ ഒരു ലിങ്ക്സ് എന്നാണ് പറയുക. ഓരോ ലിങ്ക്സുകളെ തമ്മിൽ 3 റിങ്ങുകൾ കൊണ്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചെയിൻ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മെഷർമെൻറ്റ്സിന് എളുപ്പത്തിന് വേണ്ടി നമ്മൾ 5 മീറ്റർ, 10 മീറ്റർ, 15 മീറ്ററൊക്കെ നീളത്തിൽ നമ്മൾ ടാലീസ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് റീഡിങ്ങിന് എളുപ്പത്തിന് വേണ്ടി. ചില ചെയിനുകളിൽ അത് 2 മീറ്റർ അകലത്തിലുണ്ടായിരിക്കും, ചില ചെയിനുകൾ 1 മീറ്റർ അകലത്തിലുണ്ടായിരിക്കും. അത് പല ടൈപ്പിൽ ഉണ്ട്. അപ്പോൾ ഇതിൽ 5, 10, 15, അതായത് 5 മീറ്ററിൻ്റെ ഒരു എതളും 10 മീറ്ററിൻ്റെ 2 എതളും 15 മീറ്ററിന് 3 എതളുമാണ്. ഇതിന് നമ്മൾ ടാലീസ് എന്നാണ് പറയുക. ഈ ചെയിൻ എന്ന് പറഞ്ഞപ്പോൾ 30 മീറ്ററിൻ്റെ ചെയിനാണ്. ചെയിൻ സാധാരണ 20 മീറ്ററിലും 30 മീറ്ററിലും ലഭ്യമാണ്. അപ്പോൾ ഈ ചെയിൻ 30 മീറ്ററിൻ്റെയാണ്, അതുകൊണ്ടാണ് അതിൻ്റെ സെൻറ്റർ 15 വന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് 20 മീറ്ററിൻ്റെ ചെയിനാണ്. പിന്നെ ഈ ചെയിനിൽ പറയാനുള്ളത് ഒരു ലിങ്ക്സിൻ്റെ നീളം എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്ററാണ്. അതിൽ നിങ്ങൾ ഫസ്റ്റത്തെ ലിങ്ക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് കുറച്ച് ലിങ്ക്സിൻ്റെ നീളം കുറച്ച് കുറവാണ്. അത് നമ്മൾ നമ്മുടെ ഹാൻഡിലും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ 20 സെൻറ്റിമീറ്റർ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ചെയിനിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ചെയിൻ സർവേക്ക് ഉപയോഗിക്കുന്ന അക്സസറീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെയാണ് മെട്രിക് ചെയിൻ, ക്രോസ് സ്റ്റാഫ്, മെഷറിംഗ് ടേപ്പ്, റേഞ്ചിങ് റോഡ് അല്ലെങ്കിൽ ഓഫ്സെറ്റ് റോഡ്, പ്ലംബ് ബോബ്, പെഗ് ആൻഡ് ഹാമർ, ഫീൽഡ് ബുക്ക്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തിനാവശ്യമാണ്, ചെയിൻ സർവേക്ക് ആവശ്യമാണ്. പിന്നെ ഞാൻ ചെയിൻ നേരത്തെ പറഞ്ഞിരുന്നു 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞിരുന്നു. മെട്രിക് ചെയിൻ, നമ്മൾ യൂസ് ചെയ്യുന്ന ചെയിനിൻ്റെ പേരാണ് മെട്രിക് ചെയിൻ, ഞാൻ പറഞ്ഞിരുന്നു. ഈ മെട്രിക് ചെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നു. രണ്ടാമത്തേതാണ് നോൺ മെട്രിക് ചെയിൻ എന്ന് പറഞ്ഞത്. നോൺ മെട്രിക് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെയിനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മെട്രിക് ചെയിൻ നമ്മൾ മെഷർ ചെയ്യുന്നത് മീറ്ററിലാണ് മെഷർ ചെയ്യുന്നത്, സെൻറ്റിമീറ്ററിലും മീറ്ററിലുമാണ് മെഷർ ചെയ്യുന്നത്. എന്നാൽ നോൺ മെട്രിക് ചെയിൻ നമ്മൾ മെഷർ ചെയ്യുന്നത് ഫീറ്റിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ആ നോൺ മെട്രിക് ചെയിനിൻ്റെ ക്ലാസിഫിക്കേഷനാണ് താഴെ കൊടുത്തിട്ടുള്ളത്. സർവേയേഴ്സ് ചെയിൻ. ഈ സർവേയേഴ്സ് ചെയിനിന് വേറൊരു പേരും കൂടിയുണ്ട്, ഗണ്ടേഴ്സ് ചെയിൻ എന്ന് പറയും. GUNTERS, ഗണ്ടേഴ്സ് ചെയിൻ എന്ന് നമ്മൾ പറയും. അതിൻ്റെ 66 ഫീറ്റിലാണ് അതിൻ്റെ നീളം ഉള്ളത്. 100 ലിങ്ക്സ് ആയിട്ടാണ് നമ്മളതിനെ കൊടുത്തിരിക്കുന്നത്. അതായത് 100 ലിങ്ക്സ് 66 ഫീറ്റിലാണ് സർവേയേഴ്സ് ചെയിൻ. അതിൻ്റെ മറ്റൊരു പേരാണ് ഗണ്ടേഴ്സ് ചെയിൻ. അടുത്തതാണ് റവന്യൂ ചെയിൻ. റവന്യൂ ചെയിൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് 33 ഫീറ്റിലാണ്. അതിൽ 16 ലിങ്ക്സുമായിട്ടാണ് നമ്മളതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ കഡസ്ട്രൽ സർവേക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെയാണ് എൻജിനീയേഴ്സ് ചെയിൻ. എൻജിനീയേഴ്സ് ചെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് 100 ഫീറ്റ് അല്ലേ, എൻജിനീയറിംഗ് വർക്കുകൾക്ക് ഉപയോഗിക്കുന്നു. 100 ഫീറ്റിലാണ് 100 ലിങ്ക്സ്. അപ്പോൾ ലിങ്ക്സ് 1 ഫീറ്റ് എന്നുള്ള. അങ്ങനെയാണ് മെട്രിക് ചെയിനിൻ്റെ കാൽക്കുലേഷൻ, അതായത് ടൈപ്സ് വരുന്നത്. മെട്രിക് ചെയിൻ ഓൺ നോൺ മെട്രിക് ചെയിൻ. മെട്രിക് ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചെയിനാണ്. നോൺ മെട്രിക് ചെയിൻ എന്ന് പറഞ്ഞാൽ അത് ഫീറ്റിലാണ് നമ്മളതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് 5 മീറ്റർ, 10 മീറ്റർ,
30 മീറ്റർ 20 മീറ്ററിലൊക്കെ നമുക്കത് ലഭ്യമാണ്. സാധാരണ യൂസ് ചെയ്യുന്നത് 20 മീറ്ററാണ്. അടുത്തതാണ് വരുന്നത്, ഇപ്പോൾ മെട്രിക് ചെയിനെ കുറിച്ചിട്ട് നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബ്രാസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു, മൈൽഡ് സ്റ്റീലാണ്, ഒരു ലിങ്സിൻ്റെ നീളം, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അടുത്തതാണ് ഇതിൽ ഉപയോഗിക്കുന്ന അടുത്തൊരു ഇൻസ്ട്രുമെൻ്റാണ് ഏരോ എന്ന് പറയുന്നത്. ഇതാണ് ഏരോ. ഈ ഏരോ നമ്മൾ ഉപയോഗിക്കുന്നത്, ഏരോ നിർമ്മിച്ചിരിക്കുന്നതും എന്തുകൊണ്ടാണ്? മൈൽഡ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈ ഏരോ ഉപയോഗിക്കുന്നത് ഓരോ ചെയിനിൻ്റെയും ലെങ്ത്ത്, എൻഡ് ലെങ്ത്ത്, അതായത് ഒരു ചെയിൻ്റെ എൻഡ് 20 മീറ്റർ അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ 30 മീറ്റർ അവസാനിക്കുമ്പോൾ അതിൻ്റെ എൻഡ് ലെങ്ത്ത് മാർക്ക് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഏരോസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തതാണ് പെഗ്. അതുപോലെ തന്നെ പെഗ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതായത് നമ്മുടെ സ്റ്റേഷൻ പോയിൻ്റുകൾ മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ പെഗ് ഉപയോഗിക്കുന്നു. പെഗ് 2 തരത്തിലുണ്ട്, വുഡൻ പെഗുണ്ട്, അയൺ പെഗുകളും ഉണ്ട്. അടുത്തതാണ് വരുന്നത് ക്ലോത്ത് ടേപ്പാണ് വരുന്നത്. അതിൽ ക്ലോത്ത് ഓർ ലിനൻ ടേപ്പ് ഉണ്ട്, മെറ്റാലിക് ടേപ്പ് ഉണ്ട്, സ്റ്റീൽ ടേപ്പ് ഉണ്ട്, ഇൻവർ ടേപ്പ് ഉണ്ട്. ഇങ്ങനെ 4 തരം ടേപ്പുകളാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ക്ലോത്ത് ഓർ ലിനൻ ടേപ്പ് നമ്മൾ സാധാരണ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയത്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് നനഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി കുറയുന്നത് കൊണ്ട് നമ്മളത് പതിയെ യൂസ് ചെയ്യാറില്ല. മെറ്റാലിക്കോ അല്ലെങ്കിൽ സ്റ്റീൽ, ഇൻവറൊക്കെയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നതാണ് ഇതിൽ റേഞ്ചിങ് റോഡ് എന്ന് പറയുന്നത്. റേഞ്ചിങ് റോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മുടെ അതിർത്തികളുടെ, ബൗണ്ടറികളുടെ പോയിന്റുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ റേഞ്ച് ചെയ്യാൻ വേണ്ടി, ലെങ്ത്തുകൾ കൂടുതലാണെങ്കിൽ റേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കും? റേഞ്ചിങ് റോഡ് ഉപയോഗിക്കും. ആ റേഞ്ചിങ് റോഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ സ്റ്റൈൽ ഷുഡ് ബി എക്സീഡ് ടു 5 mm 2 mm ലെങ്ത്, 2 മീറ്റർ ലെങ്ത്തിൽ വരെ നമുക്ക് റേഞ്ചിങ് റോഡ് ഉണ്ടായിരിക്കും. ഇതിനെ നമുക്ക് കാണാം ഇങ്ങനെ കളറിലാണ്, റെഡ് ഓർ വൈറ്റ് ആണ്. അതല്ലാതെ ബ്ലാക്ക് ഓർ വൈറ്റിലും റേഞ്ചിങ് റോഡ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഓരോ ഇതിൻ്റെയും ലെങ്ത്ത് എന്ന് പറയുന്നത്, ഈ കളർ കൊടുക്കുന്നതിൻ്റെ ലെങ്ത്ത് ഒരു 20 സെൻറ്റിമീറ്ററിലാണ് നമ്മളതിൻ്റെ കളറുകൾ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ അടിയിൽ എന്താ പറയുക, അതിൻ്റെ കൂർത്ത അഗ്രമായിരിക്കും ഉണ്ടായിരിക്കുക. നമുക്കത് ഗ്രൗണ്ടിലേക്ക് കുത്തി ഇറക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതാണ് റേഞ്ചിങ് റോഡ്. അടുത്ത ഇതാണ് ഓഫ്സെറ്റ് റോഡ് ഉണ്ട്. റേഞ്ചിങ് റോഡ് പോലെ തന്നെ ഇരിക്കുന്നൊരു ഇൻസ്ട്രുമെൻ്റാണ് ഓഫ്സെറ്റ് റോഡ്. പക്ഷേ ഓഫ്സെറ്റ് റോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് റേഞ്ചിങ് റോഡിൻ്റെ അതായത് ഓഫ്സെറ്റ് റോഡിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു ഗ്രൂവ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്ന പ്രത്യേകത. ബാക്കി സെയിം പർപ്പസൊക്കെ നമ്മൾ റേഞ്ചിങ് റോഡിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്താണ് പ്ലംബ് ബോബ് എന്ന് പറയുന്നത്. പ്ലംബ് ബോബ് എന്ന് പറഞ്ഞാൽ തൂക്കുകട്ടയാണ്. ഇത് നമ്മൾ സാധാരണ സർവേയിൽ ഈ സ്ലോപ്പിംഗ് ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്ലംബ് ബോബ്. സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൻ്റെ ഹൊറിസോണ്ടൽ ലെങ്ത് എടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് പ്ലംബ് ബോബ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ് എന്ന് പറയുന്നത്. ചെയിൻ അഴിക്കുന്നതും കിട്ടുന്നതിനും ഒക്കെ ഒരു പ്രത്യേകം രീതികളുണ്ട്. നമ്മൾ ചെയിൻ അഴിക്കുമ്പോൾ അതിൻ്റെ സ്ട്രാപ്പ് അഴിച്ച് നമ്മൾ ഒരു കയ്യിൽ അതിൻ്റെ 2 ഹാൻഡിലും പിടിച്ച് മറ്റേ കയ്യിൽ അതിൻ്റെ ആ ബണ്ടിൽ മൊത്തം മറ്റേ കയ്യിൽ പിടിച്ച് നമ്മൾ മുന്നോട്ട് ഷോട്ട് പുട്ടൊക്കെ എറിയുന്ന പോലെ എറിയുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയിൻ എറിയുന്നത്. അതുപോലെ തന്നെ അത് മടക്കുന്നതിനും അതിൻ്റെ സെൻട്രൽ പോയിൻ്റ് പിടിച്ചിട്ടാണ് നമ്മൾ സിഗ്സാഗ് പോലെ മടക്കിയിട്ടാണ് അത് കെട്ടുന്നത്. ആ കെട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ ഹാൻഡിലും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അത് കെട്ടിക്കഴിഞ്ഞാൽ അതൊരു ഉടുക്കിൻ്റെ ഷേപ്പിൽ ഇരിക്കും. അതായത് സെൻറ്റർ ഭാഗം ഇങ്ങനെ ഒതുങ്ങിയും അതിൻ്റെ 2 അറ്റവും കുറച്ച് പരന്നും തന്നെ ഇരിക്കും. അതുപോലെ അതിൻ്റെ ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ് ചെയിൻ സർവേയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് ചെയിൻ സർവേയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള അതിനുപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസിനെ കുറിച്ചും അതിൻ്റെ ബാക്കി പ്രോസസ്സുകളെ കുറിച്ചുമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി അതിൽ വരുന്ന മെയിൻ ഓപ്പറേഷൻസ് ഒക്കെയാണ് റേഞ്ചിങ്, അതുപോലെ തന്നെ ചെയിനിങ്, അതുപോലെ തന്നെ ഓഫ്സെറ്റിങ്. ഈ 3 പ്രോസസ്സും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെയിൻ സർവേ കംപ്ലീറ്റ് ആണ്. റേഞ്ചിങ് എന്ന് പറഞ്ഞതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. റേഞ്ചിങ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? റേഞ്ചിങ് റോഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 പോയിൻ്റുകൾ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ
അതിനിടയ്ക്ക് വരുന്ന ഇൻ്റർമീഡിയറ്റ് വരുന്ന പോയിൻ്റുകളെ ഫിക്സ് ചെയ്യാനാണ് നമ്മൾ റേഞ്ചിങ് എന്ന് സാധാരണ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു 100 മീറ്റർ നീളമുള്ളൊരു ലെങ്ത് ഉണ്ട്. എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ, അത് 100 മീറ്ററാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു 50 മീറ്ററിലൊരു പോയിൻ്റ് നമുക്ക് ഫിക്സ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ കണ്ണുകൊണ്ട് റേഞ്ച് ചെയ്തിട്ടാണ് നമുക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എ എന്ന് പറയുന്ന റേഞ്ചുകളുണ്ട് ബാക്കിൽ ഒരു 1 മീറ്ററോളം, മിനിമം 1 മീറ്ററെങ്കിലും ബാക്കിലേക്ക് ഇറങ്ങി നിന്ന് നമ്മൾ കണ്ണുകൊണ്ടാണ് നമ്മളതിനെ റേഞ്ച് ചെയ്തിട്ട് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് നമ്മൾ ഫിക്സ് ചെയ്യിപ്പിക്കും. അതാണ് റേഞ്ചിങ് എന്ന് പറയുന്നത്. അതിൽ ഡയറക്റ്റ് റേഞ്ചിങ് ഉണ്ട്, ഇൻഡയറക്റ്റ് റേഞ്ചിങ് ഉണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് റേഞ്ചിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി ഇൻഡയറക്റ്റ് റേഞ്ചിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്കെന്താ, രണ്ട് സൈഡിലേക്കും, അതായത് രണ്ട് സൈഡിലുള്ള പോയിൻ്റുകൾ നമുക്ക് പരസ്പരം കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനെ ആ പറ്റാത്ത സാഹചര്യത്തിൽ എങ്ങനെ നമുക്കതിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കാം എന്നുള്ളതാണ് ഇൻഡയറക്റ്റ് റേഞ്ചിങ്ങിൽ നമ്മൾ പറയുന്നത്. പിന്നെ വരുന്നതാണ് സ്ലോപ്പിംഗ് ഗ്രൗണ്ട്. സ്ലോപ്പിംഗ് ഗ്രൗണ്ടിലാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പ്ലംബ് ബോബ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്ലംബ് ബോബ് യൂസ് ചെയ്യുന്നത് സ്ലോപ്പിംഗ് ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇത് സ്ലോപ്പായിട്ടാണ് ഈ ഡിസ്റ്റൻസ് കിടക്കുന്നത്. നമ്മൾ ഈ സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൽ ചെയ്യുന്ന ഈ സർവേനെ നമ്മൾ സ്റ്റെപ്പിംഗ് മെത്തേഡ് എന്ന് പറയും. ഈ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു സ്റ്റെപ്പായിട്ടാണ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുക. കണ്ടോ? അപ്പോൾ നമ്മൾ ആദ്യത്തെ എ എന്ന് പറയുന്ന പോയിന്റിൽ റേഞ്ചിങ് റോഡ് വെച്ച് ഫിക്സ് ചെയ്യും. അതിനുശേഷം അവിടെ ചെയിൻ്റെ ഹാൻഡിൽ വെച്ച് ചെയിൻ അലൈൻ ചെയ്ത് നമ്മൾ സ്ട്രെയിറ്റായിട്ട് വലിച്ചു പിടിക്കും. C1 എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടോ? അതിലേക്ക് നമ്മൾ വലിച്ചു പിടിച്ചിട്ട് പ്ലംബ് ബോബ് ഉപയോഗിച്ച് നമ്മൾ താഴേക്ക് ആ C എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യും. അതിനുശേഷം ചെയിൻ ആ C എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ സ്ട്രെയിറ്റായി വലിച്ചു പിടിച്ച് D1 ആയിട്ട് വലിച്ചു പിടിച്ച് അടിയിലേക്ക് D എന്ന് പറയുന്ന പ്ലംബ് ബോബ് ഉപയോഗിച്ച് Dയെ നമ്മൾ അടിയിലേക്ക് ഫിക്സ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഹൊറിസോണ്ടലായി വലിച്ചു, അതിനുശേഷം E1 ആയിട്ട് ചെയിൻ വലിച്ചു പിടിക്കും, E നമ്മൾ ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്യും. അങ്ങനെ വീണ്ടും F1 വലിച്ചു പിടിക്കുന്നു, അത് F താഴെ പ്ലംബ് ബോബ് ഉപയോഗിച്ച് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നോക്കി L1, L2, L3, L4, L5 എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റെപ്പിംഗ് മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് ഓഫ്സെറ്റിംഗ് എന്ന് പറയുന്നത്. ഓഫ്സെറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഫ്സെറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് ക്രോസ് സ്റ്റാഫ് എന്ന് പറയും. നമ്മൾ നേരത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് പറഞ്ഞപ്പോൾ അതിലുണ്ടായിരുന്നു ക്രോസ് സ്റ്റാഫ്. ഈ ക്രോസ് സ്റ്റാഫ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്, നമുക്ക് ഏരിയ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് സ്റ്റാഫ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു സർവേ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് രണ്ട് മെത്തേഡിലാണ്. ഒന്ന് ട്രയാങ്കുലേഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യും, പിന്നെ ഒന്ന് ഓഫ്സെറ്റ് സർവേ ആണ്, ക്രോസ് സ്റ്റാഫ് സർവേ എന്ന് നമ്മൾ പറയും, ക്രോസ് സ്റ്റാഫ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. ഈ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് സ്റ്റാഫിൽ നമ്മൾ എടുക്കുന്നത്, ക്രോസ് സ്റ്റാഫിൽ നമ്മളൊരു 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഈ ക്രോസ് സ്റ്റാഫിൽ 90 ഡിഗ്രി എടുത്തിട്ടാണ് നമ്മൾ ഓരോ, അതായത് നമ്മളിപ്പോൾ ഒരു ഏരിയ നമ്മൾ സർവേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഏരിയനെ ചെറിയ ചെറിയ പാർട്ടുകളാക്കി നമ്മൾ തിരിക്കും. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ചെയിൻ സർവേയുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് എന്നാണ്. നമ്മളൊരു മൊത്തം ഏരിയനെ നമ്മൾ ചെറിയ ചെറിയ പാർട്ടുകളാക്കി തിരിച്ചിട്ടാണ് നമ്മൾ സർവേ ചെയ്യുന്നത്. അപ്പോൾ ഈ പാർട്ടുകളാക്കി തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 90 ഡിഗ്രി എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ക്രോസ് സ്റ്റാഫ് സർവേ എന്ന് പറയുന്നത്. അതല്ലാതെ നമുക്ക് ചെയ്യുന്ന സർവേയാണ് ട്രയാങ്കുലേഷൻ സർവേ. അതായത് ട്രയാങ്കിളാക്കി തിരിച്ച് ഓരോ ട്രയാങ്കിളിൻ്റെയും വശങ്ങൾ അളന്നെടുത്ത് ടേപ്പ് ഉപയോഗിച്ച് അളന്നെടുത്ത് നമ്മൾ √S-A/S-B/S-C എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ച് ചെയ്യുന്ന സർവേയാണ് എന്ത്, ട്രയാങ്കുലേഷൻ സർവേ. ഇനി അതല്ലാതെ ചെയ്യുന്നതാണ് ക്രോസ് സ്റ്റാഫ് സർവേ. അതിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ഏരിയ തന്നു കഴിഞ്ഞാൽ ആ ഏരിയയിൽ നമ്മൾ എന്തിടും, ബേസ് ലൈൻ ഇടും. ആ ബേസ് ലൈൻ ഇട്ടിട്ട്, അതായത് ഏറ്റവും നീളം കൂടിയ ലൈൻ ഏതാണെങ്കിൽ അതിലൂടെ നമ്മൾ ബേസ് ലൈൻ ഇടും. ഈ ബേസ് ലൈൻ ഇട്ടിട്ട് ആ ബേസ് ലൈൻ
ബേസ് ലൈനിൽ നിന്ന് നമ്മൾ നമ്മുടെ ബൗണ്ടറിയിലുള്ള പോയിൻറ്റുകളിലേക്ക് ഓഫ്സെറ്റുകൾ എടുക്കും, അതായത് 90 ഡിഗ്രി എടുക്കും. അങ്ങനെ നമ്മൾ ആ ഏരിയേനെ ചെറിയ ചെറിയ പാർട്ടുകളാക്കി തിരിക്കും. അപ്പോൾ ഈ പാർട്ടുകളാക്കി തിരിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ട്രയാങ്കിളും കിട്ടും, പിന്നെ ട്രപ്പീസിയവും കിട്ടും. ഇങ്ങനെ 2 ഷേപ്പിലാണ് നമുക്കത് കിട്ടുക. അപ്പോൾ ട്രയാങ്കിൾ ആണെങ്കിൽ ½ BH എന്ന് പറയുന്ന ഫോർമുലയും, അതായത് 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് പറയുന്ന ഫോർമുലയും, ട്രപ്പീസിയം ആണെങ്കിൽ നമ്മൾ എന്തിടും ½ A+B ½ എന്ന ഫോർമുലയും നമ്മൾ ഉപയോഗിക്കും. ഈ 2 ഫോർമുലയും ഉപയോഗിച്ചിട്ട് ആ ഏരിയയുടെ ചെറിയ ചെറിയ ഭാഗങ്ങളുടെ ഏരിയ കണ്ട് അതെല്ലാം കൂടി മൊത്തത്തിൽ കൂട്ടി നമ്മളതിൻ്റെ ഏരിയ കാൽക്കുലേഷൻ നടത്തും. നടത്തി നമുക്ക് ഉത്തരം കിട്ടുന്നത് m²-ലായിരിക്കും ഉത്തരം കിട്ടുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യും? സെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. സെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക എങ്ങനെയാണ്? ഒരു സെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40.47 ഓർ 48 ഉപയോഗിച്ച് ചില ആൾക്കാർ 8 എടുക്കാറുണ്ട്. അപ്പോൾ പൊതുവേ 40.47 എടുക്കാറ്. ഇതിനെ നമുക്ക് കിട്ടിയ m² കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഏരിയ എത്ര സെൻറ്റ് ഉണ്ട് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയാണ് മെയിനായിട്ട് വരുന്ന നമ്മുടെ ചെയിൻ സർവേയിലെ ഡീറ്റെയിൽസ്.